52 സംവത്സരക്കാലം ക്നാനായ സമുദായത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പുണ്യശ്ലോകനായ കാലം ചെയ്ത കിഴക്കിന്റെ വലിയ മെത്രാപ്പോലിത്ത കൂവർണിറ്റി ഹാക്കിമോ ഏബ്രഹാം മാർ ക്ലീമീസ് വലിയ തിരുമേനിയുടെ മൊഴിമുത്തുകളിൽ നിന്നും. പ്രിയരെ, മൈലാഞ്ചി ഇടിയിലും ചന്തം ചാർത്തലും നടനട വിളിയും ഉരവീടിയിലും ഉറഹായിൽ നിലനിന്നിരുന്നതും ക്നാനായക്കാർ ഇന്നും സജീവമായി നിലനിർത്തുന്നതുമായ സാമൂഹ്യ ആചാരങ്ങളാണ്. സുറിയാനി കുടിയേറ്റത്തിന്റെ രൂപവും ഭാവവും തനിമ നഷ്ടപ്പെടാതെ നൂറ്റാണ്ടുകളിൽ കൂടെ കാത്തു സൂക്ഷിക്കുവാൻ ഈ പാട്ടുകൾക്ക് കഴിഞ്ഞു. അനേക ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ക്നായിത്തോമ പാരമ്പര്യത്തെ ഈ പാട്ടുകൾ നിലനിർത്തി തലമുറകൾക്ക് കൈമാറുന്നു. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വേരുകൾ തേടിയുള്ള മലങ്കര ക്രൈസ്തവ സഭയുടെ തീർത്ഥാടനത്തിൽ ഈ പാട്ടുകൾക്ക് സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട്. ഇനി നമുക്ക് അമേരിക്കയിൽ കുടിയേറി പാർത്ത ഒരു ക്നാനായ കുടുംബത്തിൻ്റെ സ്വീകരണ മുറിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. എടി മോളെ, നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുവാ? പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. No, mommy. Tomorrow is Sunday. No school. So what? നാളെ രാവിലെ പള്ളിയിൽ പോകണ്ടേ? അതിരിക്കട്ടെ, നീ ഈ ഫോണിലിരുന്ന് എന്ത് ചെയ്യുവാ? വീഡിയോ കാണുകയാണോ? No, mommy. I'm chatting on Instagram with my friends. അത് ശരി. ഇപ്പോൾ പിള്ളേർക്കൊന്നും ഫേസ്ബുക്ക് ഒന്നും വേണ്ടാതെയായി. എല്ലാത്തിനും ഇൻസ്റ്റാഗ്രാം മതിയല്ലോ. അതെങ്ങനെയാ? അതിലൊന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ ഈ പിള്ളേരൊരെണ്ണം നമ്മളെ പോലുള്ളവരെ ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. ആട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? Only like 978. That's it. നീ മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലോ മോളെ. അതിനു മുമ്പേ 978 ഫ്രണ്ട്സോ? ഇക്കണക്കിന് നീ ടീനേജ് പ്രായമൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആർക്കറിയാം. നീ ആ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വന്നേ. ഞാൻ അമ്മച്ചിയും കൂടെ വിളിക്കട്ടെ. അമ്മച്ചി, അമ്മച്ചി. എന്താടി വിളിച്ചു കൂവുന്നത്? ഞാനൊന്ന് കാല് നീട്ടി വെച്ച് കിടക്കുമായിരുന്നു. എനിക്ക് ശരീരത്തിനൊന്നും ഒരു സുഖവും ഇല്ല. വിശപ്പാണ് തീരെ ഇല്ലതാനും. അമ്മച്ചിക്ക് വിശപ്പില്ലെന്നോ? എന്നിട്ടാണോ ഇതിനു മുമ്പേ അമ്മച്ചി ഒരു പ്ലേറ്റ് നിറയെ ഓട്സ് കഴിച്ചത്? ഞാൻ കഴിച്ചായിരുന്നു. വന്ന് എനിക്കിപ്പോൾ ഓരോർമ്മയില്ലാതായി. അത് സാരമില്ല അമ്മച്ചി. നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് റൈൻസ് ആൻഡ് ബീൻസും സ്റ്റേക്കും കൂടെ കഴിക്കാം. എന്നാ വാ, പെട്ടെന്ന് പ്രാർത്ഥിക്കാം. അല്ലടി, കുഞ്ഞവറാച്ചൻ ഇതുവരെ വന്നില്ലയോ? ഡാഡി പള്ളി കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. ഇനിയും വരുമ്പം വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.
Mommy, Dad is coming. ഡാഡി ഇതുവരെ എവിടെയായിരുന്നു? നാളെ വെളുപ്പിന് എന്നിട്ട് ജോലിക്ക് പോകേണ്ടതല്ലേ? എന്ത് ചെയ്യാനാ, പള്ളിക്കമ്മിറ്റി കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാടായി. എടി പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? നാളെ ഒരു കാര്യം ഇപ്പം പറയണ്ട, എല്ലാം പ്രാർത്ഥിച്ചിട്ട് പറയാം. അല്ലടി, ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇപ്പം പറയണ്ട, എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ മതി. അമ്മച്ചി പാട്ട് പാടി പ്രാർത്ഥിക്ക്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമേത്രം മനോഹരമേ, അതു ചിന്തയിലടങ്ങാൻ ചിന്തു സമ. പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ഈ ഫോണൊന്നും നിനക്ക് നിർത്തി വെച്ചുകൂടെ? ഇനി പ്രാർത്ഥിക്ക്. ഡാഡി എന്തോ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാൻ വന്നല്ലോ, ഇനിയും പറഞ്ഞോ? പറയാൻ നീ സമ്മതിച്ചിട്ട് വേണ്ടേ? എടി ഇന്ന് രാത്രി ഈ രാജ്യത്തെ കലണ്ടർ 10 വർഷം മുമ്പോട്ടാക്കാൻ പോകുന്നെന്ന്. അതെന്തിനാ ഇപ്പം 10 വർഷം മുമ്പോട്ടാക്കുന്നത്? അത് പിന്നെ ഇവിടുത്തെ ടെക്നോളജി ഒരുപാട് ബൂസ്റ്റപ്പ് ആയത് നിമിത്തം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പെട്ടെന്ന് തീരുമാനിച്ചതാണെന്ന്. ഈ 10 വർഷം മുമ്പോട്ടാക്കിയാൽ നമുക്ക് വല്ല കുഴപ്പവും ഉണ്ടാവുമോ? അതൊക്കെ നാളെ അറിയത്തുള്ളൂ. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് വല്ലതും കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കാം. എനിക്കാണെങ്കിൽ നാളെ വെളുപ്പിനെ 5 മണിക്ക് എണ്ണീറ്റ് ജോലിക്ക് പോകേണ്ടതാ. നീ ഫുഡ് എടുത്ത് വെക്കാൻ നോക്ക്. ഓക്കെ. എടി മോളെ, ഗോ ആൻഡ് സ്ലീപ്പ്. What happened to me? I can't believe it. How am I so big now? Oh, yesterday what Dad said is true. They changed 10 years forward. I am 20 years old now. Now I have to make some boyfriends. Anyway, I'm going to church today. Let me see if I can get somebody from church. ഇതാരായി നിൽക്കുന്നത്? Who are you? Mommy, this is me, Emma. ഹേമായോ? ഡാഡി ഇന്നലെ പറഞ്ഞൊക്കെ സത്യമാണല്ലോ. എൻ്റെ മോളങ്ങ് മുട്ടനായല്ലോ. മോളെ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ. Okay, Mommy, you look old too. Your hair is gray now. അയ്യോ, ശരിയാണല്ലോ. എൻ്റെ മുടിയൊക്കെ അങ്ങ് നരച്ചു പോയല്ലോ. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇപ്പോൾ നേരവുമില്ല. എന്നാൽ ഇങ്ങനെ ഇരിക്കട്ടെ, ഇത് വല്ല ഹൈലൈറ്റ്സും ആണെന്ന് പറയാം. ഡാഡി എന്താ ജോലിക്ക് പോയില്ലയോ? ജോലിക്കൊക്കെ പോയടി. അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറൊരുത്തരുന്ന് ജോലി ചെയ്യുന്നു. അവർ പറയുക ഞാൻ റിട്ടയർ ആയെന്ന്. ശരിയല്ലയോ? എനിക്ക് ഇന്നലെ 52 വയസ്സല്ലായിരുന്നോ? അതേതായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും റിട്ടയർ ആയണമെന്ന് മതിയെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമല്ലായിരുന്നോ? പിന്നെ എനിക്കൊരു സഹായവുമാകുമല്ലോ. അതെന്താടി? അല്ല, എന്നെ ജോലിക്ക് കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ഒരാളായല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും നമ്മുടെ ഡോഗിനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകാനും ഒരാളാകുമല്ലോ. അത് ശരി. റിട്ടയർ ആയാലും നീ എനിക്കൊരു സമാധാനവും തരത്തില്ലല്ലേ? ഓ, സമാധാനം തരാൻ നമ്മുടെ പള്ളിയിലെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറായില്ലേ? അതുപോരെ. എന്തായാലും ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. ഒരു ദിവസത്തേക്കിന് സിക്ക് വിളിക്കാൻ പോവുകയാണ്. ഹലോ, ഐ ആം മോളക്കുട്ടി Abraham, 2-3 nurse. I'm calling sick for today. Only today. What? I am not working now? 2 years ago? What are you talking about? എന്താ മോളിക്കുട്ടി, എന്തു പറ്റി? പറയടി. ഹോസ്പിറ്റലിലെ ക്ലർക്ക് പറയുക ഞാൻ 2 വർഷം മുമ്പേ റിട്ടയർ ആയെന്ന്. അതെങ്ങനെയാ ശരിയാവുന്നേ? അത് ശരിയായിരിക്കുമടി. ശരിക്ക് പറഞ്ഞാൽ എന്നേക്കാൾ 2 വയസ്സ് നിനക്ക് കൂടുതലല്ലയോ? അപ്പോൾ അവരുടെ കണക്ക് ശരിയാ. അയ്യോ, ഞാൻ ഇനി ഈ പള്ളിക്കാരോടൊക്കെ മുഖത്തെ എങ്ങനെ നോക്കും? അത് സാരമില്ലടി. ബാക്ക് പെയിനായിട്ട് നീ നേരത്തെ ഡിസബിലിറ്റി അടുത്തെന്നങ്ങ് പറഞ്ഞാൽ മതി. നിന്റെ കൃത്യം വയസ്സ് പള്ളിക്കാരെങ്ങനെ അറിയാനാ? നിന്റെ മാമോത്സവ രജിസ്റ്റർ അങ്ങ് നാട്ടിലല്ലയോ?
പോ മനുഷ്യ. അതിരിക്കട്ടെ, നമ്മുടെ മോളും അമ്മച്ചിയും ഒക്കെ എവിടെ പോയി? അവർക്കും പ്രായം കൂടിയോ? അയ്യോ, അത് പറയാൻ ഞാനങ്ങ് വിട്ടുപോയി. നമ്മുടെ മോളങ്ങ് മുട്ടനായി. അവളെ കണ്ടാൽ നമുക്ക് പോലും ഇപ്പം മനസ്സിലാകത്തില്ല. മോളെ, നീ അങ്ങ് ബിഗായി പോയല്ലോടി. ആട്ടെ, ഈ സാധനം എന്താ? This is a kind of robot. From today, this will decide everything in this house. Good morning, everyone. From now on, I'm going to take care of this family. First, your breakfast will be ready within half an hour. Today's breakfast menu is pancakes with scrambled eggs and white toast. Okay? See you soon. അതേതായാലും നല്ല കാര്യമായി. ഇനി മുതൽ ഈ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ. Yes, we don't have to eat your spicy food. Robot will make my favorite food. So nice. അപ്പോൾ ഇന്നു മുതൽ ഫുഡിന് വേണ്ടി നമുക്ക് മണിയൊന്നും ചെലവാകത്തില്ലല്ലയോ? Don't worry, Mr. Abraham. I will manage your money matters too. അപ്പോൾ നമ്മുടെ മണിയൊക്കെ ഈ സാധനത്തിന് കൊടുക്കണമെന്നോ? Don't worry, Miss Molly Cuddy. I took over your account from your bank already. Currently, you have $85,211 in your CD account and $5,000 in your checking account. ഇതൊക്കെ ഈ സാധനം എങ്ങനെ അറിഞ്ഞു? Yes, boss. I know everything. Tomorrow, I'm going to move the retirement papers for both of you. Okay? അയ്യോ, നമ്മുടെ റിട്ടയർമെന്റ് മണിയും ഈ റോബോട്ടിന് കൊടുക്കണമെന്നോ? ഇതെന്തൊരു കലികാലമാ. Don't worry, Miss Molly Cuddy. I will take care of everything for you. Okay? അതൊക്കെ പോട്ടെ, നമ്മുടെ അമ്മച്ചി ഇതുവരെ എണ്ണീറ്റില്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. അമ്മച്ചിക്കും 10 വയസ്സ് പ്രായം കൂടി കാണുമല്ലോ. പാവത്തിന് കട്ടിലിൽ നിന്ന് എണ്ണിക്കാൻ പോലും വയ്യായിരിക്കും. ഞാൻ എന്ന് എണ്ണിച്ചു പോയി നോക്കട്ടെ. 오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 അമ്മച്ചിയെ, അമ്മച്ചിക്ക് ഇതെന്തു പറ്റി? ഇന്നലെ വരെ അമ്മച്ചി കെയിനും കുത്തിപ്പിടിച്ചല്ലേ നടന്നിരുന്നത്. ഞങ്ങൾക്കൊക്കെ 10 വയസ്സ് പ്രായം കൂടിയപ്പോൾ അമ്മച്ചിക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ചെറുപ്പമായി? മക്കളെ, അത് പിന്നെ ഇന്നലെ രാത്രിയിൽ ഒരു വലിയ സംഭവം നടന്നു. പാതിരാത്രിയിൽ നമ്മൾ പടത്തിലൊക്കെ കാണുന്നത് പോലെ മാലാഖമാരെ പോലെയുള്ള 2 പേര് വന്ന് എന്നെ അങ്ങെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അമ്മച്ചീനെ എവിടെ താമസിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴാ ഞാൻ ഓർത്തത്, നിങ്ങളെയൊക്കെ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന്. ഞാനൊരു പണി അങ്ങ് ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പാറ പോലെ ഒറ്റ ഇരിപ്പങ്ങിരുന്നു. എന്തായാലും കുറച്ചു കഴിഞ്ഞ് അവർക്ക് എന്നോട് സഹതാപം തോന്നി തിരിച്ചു വിട്ടേക്കാമെന്ന് തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ കുറച്ച് ചെറുപ്പം കൂടിയാക്കി തരണമെന്ന് അവരെ സോപ്പിട്ട് പറഞ്ഞപ്പോൾ അവരതും ചെയ്തു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോൾ ഉണർന്നപ്പോൾ ഈ പരുവത്തിലാ. ഇപ്പം അമ്മച്ചി ഈ ചട്ടയും മുണ്ടും ഒക്കെ ഒന്ന് മാറ്റി ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ ഒന്ന് ഇട്ടാൽ അമ്മച്ചിയെ കെട്ടാൻ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുമല്ലോ. നേരാണോടി, ഞാൻ അത്രയ്ക്കങ്ങ് ചെറുപ്പമായോ? എടി മോളെ, എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. Okay. This dress doesn't look good on you. Let me Photoshop and change your dress. Now let me take your picture with Dad and Mom. വേണ്ട മോളെ, ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ അമ്മച്ചിയുടെ ഇമേജിന് മോശമല്ലയോ? മോള് വാ, നമുക്ക് വേഷം മാറി പള്ളിയിൽ പോകാം. ഇവരിവിടെ നിൽക്കട്ടെ. അമ്മച്ചിയെ, അമ്മച്ചിക്ക് ഇപ്പം ഞങ്ങളെ വേണ്ടാതായി അല്ലേ? ഇത്രയും നാള് വയ്യാണ്ടിരുന്ന അമ്മച്ചിയെ നോക്കിയത് ഈ ഞങ്ങളാണെന്ന് ഓർമ്മ വേണം കേട്ടോ. എന്തു ചെയ്യാനാ മോളെ, നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? നമ്മൾ ഇനി എന്ത് ചെയ്യും? എടാ കുഞ്ഞുറാച്ച,
കുഞ്ഞവറാച്ച, എന്തോ? നീ നമ്മുടെ പള്ളിയിൽ ആരാ? ഞാൻ സെക്രട്ടറി. അപ്പോൾ ഞാൻ ആരാ? വികാരിയച്ഛൻ. ആണല്ലോ. എന്നിട്ടാണോ ഞാൻ രാവിലെ പള്ളിയിൽ ചെന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ പുറകിൽ നിന്ന് വീശിക്കൊണ്ടിരുന്ന ആ തോമാച്ചനമോൻ ചെമ്മാച്ചൻ അച്ഛനാണെന്ന് പറഞ്ഞ് കുർബാന ചൊല്ലുന്നത്? ഇത് എവിടുത്തെ ന്യായമാ? നീ പറ. അച്ചോ, അത് പിന്നെ ഇന്നലെ രാത്രി 10 വർഷം മുമ്പോട്ട് മാറ്റിയില്ലേ? അതിനിടയ്ക്ക് ആ ചെമ്മാച്ചൻ ചിലപ്പോൾ അച്ഛനായി കാണും. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഈ 10 വർഷത്തിനിടയ്ക്ക് എനിക്ക് വല്ല പ്രമോഷൻ കിട്ടി ഞാൻ വല്ല മെത്രാനായോന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഈ 10 വർഷം മുമ്പോട്ട് മാറ്റിവെച്ചത് വലിയ പ്രശ്നമായി പോയല്ലോ. A good news for all of you. This time change was just a drill. Everything is going to come back like yesterday. ഏതായാലും വളരെ നന്നായി. നമുക്ക് നമ്മുടെ പഴയ കാലം തിരിച്ചു കിട്ടിയല്ലോ. ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു സന്തോഷവുമില്ല. അതെന്താ? എനിക്കിനിയും 10 വർഷം കൂടെ ജോലിക്ക് പോകണ്ടേ? അത് സാരമില്ല മനുഷ്യ. എൻ്റെ മക്കളെ, എനിക്ക് തീരെ വയ്യായേ. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ മോനെ. അമ്മച്ചി തൽക്കാലം അകത്തു പോയി കിടക്ക്. ഞങ്ങളൊന്ന് പള്ളിയിൽ പോയിട്ട് വരട്ടെ. നിങ്ങൾ പള്ളിയിൽ പോയാൽ പിന്നെ ആരാടാ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകുന്നത്? അത് പിന്നെ പള്ളിയിൽ പോകാതിരിക്കുവാൻ പറ്റുമോ അമ്മച്ചി? പ്രത്യേകിച്ചും ഫാമിലി നൈറ്റിന്റെ പ്രാക്ടീസ് ഉള്ളതാ. നാടോടുമ്പം നടുവേ ഓടണ്ടേ അമ്മച്ചി? ഡാഡി കാറിൽ കയറിക്കോ, ഞാനിപ്പം സാരി ഉടുത്തു വരാം. വാടി മോളെ. എന്തു ചെയ്യാനാ, ബുദ്ധിമോശം കാണിച്ചു. ആ മാലാഖമാരോട് കൂടെ അവിടെ എങ്ങാനും പാർത്താൽ മതിയായിരുന്നു. കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പൊടും